നിങ്ങൾ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 ജൂൺ മാസം 29-ാം തീയതി, അതായത് 1201 മിഥുനമാസം 15-ാം തീയതി തിങ്കളാഴ്ച. തിങ്കളാഴ്ച നല്ല ദിവസമാണ്. കാരണം നാളെ പൗർണമിയാണ്, പൂർണ്ണചന്ദ്രനാണ്. നാളത്തെ നക്ഷത്രവും വെളുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രമാണ്. പഴയകാലത്തൊരു ചൊല്ലുണ്ട്, ആൺമൂലം അറകെട്ടി വാഴും, പെൺമൂലം പെരുവഴിയിലെന്ന്. മൂലത്തിന് ആദ്യത്തെ 15 നാഴിക ഗണ്ഡാന്ത ദോഷമുണ്ട്. കറുത്തപക്ഷത്തിലെ മൂലമാണെങ്കിൽ പ്രത്യേകിച്ച് ഗണ്ഡാന്ത പുഷ്കലേജാതോ മാതൃപിതൃ കുലാന്തക. ഗണ്ഡാന്തത്തിൽ ജനിച്ച കുട്ടി അച്ഛനെയും അമ്മയെയും കുലത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് പറയുന്നത്. പക്ഷേ വെളുത്തപക്ഷത്തിലെ പൗർണമിയിലുള്ള മൂലമാണ്. നല്ല തിഥിയാണ്, പൗർണമിയാണ്, വെളുത്ത പക്ഷത്തിൻ്റെ പൂർണ്ണതയാണ്. നല്ല ശുഭദിനം, നല്ല തിഥി, നല്ല നക്ഷത്രം. മൂലം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ്. അത് ചോറൂണായാലും വിദ്യാരംഭത്തിനായാലും മൂലം നക്ഷത്രം സ്വീകരിക്കുന്നു. പക്ഷേ മൂലം നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളുണ്ട്. കൃത്രിക, ഭാഗ്യ, മൂലാശ്ച, മക, ചിത്രാജ, രേവതി. കൃത്രിക കാർത്തിക, ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ആദാതവ്യം ന ദാതവ്യം തേഷന്തി വിനശ്യതി. വാങ്ങരുത്, കൊടുക്കരുത്, അതിന് ബാക്കി പോലും നഷ്ടപ്പെടും. ഇവിടെ മൂലം നക്ഷത്രത്തിൻ്റെ ദിനവും ഒക്കെ നല്ലതാണ്. നാളെ രാഹുകാലം നിങ്ങൾക്കറിയാം, 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:10, അസ്തമയം വൈകിട്ട് 6:46. നാളത്തെ കരണം വിഷ്ടികരണമാണ്. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വളരെ ദോഷമാകും. അതിനാൽ നല്ല ശുഭ കാലഹോര നോക്കി മാത്രം നമുക്ക് സമയം കുറിക്കാം. വിഷ്ടികാലേ കൃതം കാര്യം വിനാശം അധികച്ചതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നശിക്കും എന്നാണ് പറയുന്നത്. ഈ മൂലം നക്ഷത്രം ഞാൻ പറഞ്ഞു, വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. അതിനാൽ സാമ്പത്തികമായ ഇടപാടുകൾക്ക് നാളത്തെ ദിനം നന്നില്ല. പക്ഷെ മറ്റെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമയം സ്വീകരിക്കാം. നാളെ 12:10 മുതൽ 1 മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താം. നാളെ നിർബന്ധമായും സർപ്പക്ഷേത്രത്തിൽ പോകണം. കാരണം മൂലം നക്ഷത്രം കേതുവിൻ്റെ നക്ഷത്രമാണ്. രാഹുവിൻ്റെ വാലാകുന്നു കേതു. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കുക. പ്രാർത്ഥന മറക്കരുത്. എല്ലാ ശുഭകാര്യങ്ങളും നാളത്തെ ദിനം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.